എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുഴച്ച് വെച്ചേക്കുന്ന സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇത് നല്ല അപ്പത്തിൻ്റെ അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ, അപ്പത്തിൻ്റെ, പത്തിരിയുടെയൊക്കെ പൊടി ചൂടുവെള്ളത്തിനകത്ത്, നല്ല ചൂടുവെള്ളത്തിനകത്ത് ഉപ്പുമിട്ട് കുഴച്ച് വെച്ചേക്കുകയാണ്. ഇത് തേങ്ങ, വാഴയില, പിന്നെ ഇതാണ് ഒരു സർപ്രൈസ്. ഇത് നമ്മുടെ ചക്കയാണ്. ചക്ക വരട്ടി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ചക്ക സീസണിലായിരുന്നു പോയത്. ആ സമയത്ത് ചക്ക എടുത്ത് വരട്ടി കൊണ്ടുവന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ വരട്ടി കുപ്പിക്കകത്ത് കൊണ്ടുവച്ചേക്കാം. അപ്പോൾ ചക്ക തിന്നാൻ കൊതി തോന്നുമ്പോഴെല്ലാം, നമുക്ക് ചക്കയുടെ തിന്നാൻ കൊതി തോന്നുമ്പോഴെല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ കുപ്പിയിൽ ഇങ്ങനെ വരട്ടി വെച്ചേക്കുന്നത് ഞാൻ ഒന്നുകൂടെ എടുത്തൊന്ന് ചൂടാക്കി ഉരുളിക്കകത്ത് അത്യാവശ്യം വെച്ചേക്കാം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഈ ചക്കയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാണിക്കുന്നത്. ചക്ക നമ്മൾ വരട്ടി വെച്ചിരുന്നതാണ്. അതിനെ പിന്നെ ഒന്നുകൂടെ ഒരു ശകലം തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ലൂസാക്കി ഇനിയും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചക്കയ്ക്കകത്ത് ആവശ്യാനുസരണം തേങ്ങ, ഇവിടെ ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില കൂടുതലായതുകൊണ്ട് ഞാൻ തേങ്ങ കുറേശ്ശേ ഇടുന്നുള്ളൂ. നാട്ടിലുള്ളവർ ധാരാളം ഉപയോഗിച്ചു. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ എൻ്റെ മക്കൾ കൊച്ചുനാളിലൊക്കെ ആണെങ്കിൽ അവരിത് മിക്സ് ചെയ്ത് വെക്കുമ്പോഴേ വന്ന് വാരി തിന്ന് തീർത്തിട്ട് പോകും. പിന്നെ ഇലയപ്പത്തിനകത്ത് വെക്കാൻ കാണത്തില്ല. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പരത്താം. എല്ലാവർക്കും അറിയാമല്ലോ, കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇലയാണ് ഇവിടെ കിട്ടുന്നത്. അത്ര ഒന്ന് പഴുത്ത ഇലയായതുകൊണ്ട് ഞാനതിനെ വാട്ടിയിട്ടില്ല. ഇങ്ങനെ തന്നെ മടക്കി വെക്കാം. അപ്പം ഇലയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് മാവ് എടുക്കണം. മാവെടുത്തിട്ട് വെക്കുക. എന്നിട്ട് കയ്യിൽ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. മാവിച്ചൂടെ ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അത്ര ലൂസാക്കിയിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ കട്ടി കുറച്ച് പരത്തിയെടുക്കണം. പണ്ടൊക്കെ എൻ്റെ അമ്മ ഒക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കും. വലിയ ഇഡ്ഡലി പാത്രത്തിനകത്ത് ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ വലുത്, അതിനകത്തെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുക. നമ്മൾ പെറുക്കി ഇഷ്ടം പോലെ കഴിക്കും. ഇപ്പം ഇതൊക്കെ പിള്ളേർക്ക് കിട്ടുന്നത് വളരെ അപൂർവമല്ലേ. അപ്പം ഞാനിതെല്ലാം ഒന്ന് പരത്തി ഈ ചക്കയെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് എല്ലാം ഒന്ന് വെക്കും. അപ്പോൾ ഇലയിൽ മടക്കിയതെല്ലാം നമ്മൾ ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് അടുക്കി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇതെല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഒരു 10 മിനിറ്റ് എടുക്കുമായിരിക്കും. നമ്മൾ നല്ല ചൂടുവെള്ളത്തിലല്ലേ മാവ് കുഴച്ചേക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ചക്കയുടെ ഉണ്ടാക്കാൻ ചക്കയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ചക്കയുള്ള കാലത്ത് നമ്മൾ ചക്ക നന്നായിട്ട് വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ചക്കയുടെ ഉണ്ടാക്കാൻ പറ്റും. ഈ ചക്ക വരട്ടി വെക്കുന്നതേ ഇത് അത്ര തിക്കായിട്ട് വേണം. കണ്ടോ, ഇങ്ങനെ നമ്മൾ വരട്ടി വെക്കണം. കണ്ടോ, ഇതേപോലെ വരട്ടി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരുന്നുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ വർഷം ഇരുന്നോളും, ഒരു കേടും വരത്തില്ല. വെളിയിലാണെങ്കിൽ ഒരു 2 കൊല്ലമൊക്കെ. എൻ്റെ അച്ഛനൊക്കെ വരട്ടി വെക്കുന്നത് എല്ലാ വർഷവും ചക്ക ഒരുപോലെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഉണ്ടാകുന്ന വർഷം നന്നായിട്ട് വരട്ടി വലിയ ഭരണിക്കകത്തൊക്കെ കിട്ടി നല്ല സൂപ്പറായിട്ട് വെച്ചേക്കും. ഒരു 2 കൊല്ലമൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇതിപ്പം ഞാൻ വെച്ചിട്ട് ഏകദേശം 1.5 വർഷമായി. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഫ്രിഡ്ജിലായിരുന്നു വെക്കുന്നത്. എൻ്റെ മോന് ഇതുപോലെ തിന്നുന്നതും ഇഷ്ടമാണ്, ഇതുപോലെ അടയുണ്ടാക്കി കൊടുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് അതിലേറെ ഇഷ്ടമാണ്. മോക്കും ഇതുപോലെ വരട്ടിയൊക്കെ കൊടുത്തു വിടും. അവളും ഇതുപോലെ ഇല ഒക്കെ വാങ്ങിച്ച് ഓണ സമയത്തൊക്കെ ഇല കിട്ടുമല്ലോ, അപ്പോൾ ഇതുപോലെയൊക്കെ അടയുണ്ടാക്കി അവിടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. നമ്മുടെ ചക്കയുടെ എങ്ങനായി എന്നൊന്ന് നോക്കാം. ആഹാ, അതാ ഇലയെന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം വെന്തിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നുകൂടെ സോഫ്റ്റാകും. ഇതിപ്പോൾ നമ്മൾ മില്ലിൽ നിന്ന് ഇവിടുന്ന് പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിക്കുന്നതല്ലേ, എന്നാലും നല്ല സോഫ്റ്റായിട്ടിരിക്കും. സോഫ്റ്റ് കുറവാന്ന് നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ തോന്നുവാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചൊന്ന് കുഴച്ചാൽ മതി. ഒരു 2 മിനിറ്റ് കൂടി വേവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമുക്ക് ഇലയുടെ എടുത്ത് പാത്രത്തിനകത്തോട്ട് വയ്ക്കാം. കണ്ട, എൻ്റെ ചക്ക ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഈ ശർക്കരയും തേങ്ങായും വയ്ക്കുന്നതിനെക്കാട്ടിലും രുചിയാണ് നമുക്ക് ഈ ചക്കയൊക്കെ വെച്ചെടുക്കുന്നത്. അപ്പം കണ്ടോ, ഇരിക്കുന്ന കണ്ടോ,
നല്ല സോഫ്റ്റാണ്. ഞാൻ പാക്കറ്റ് പൊടി ഇവിടുന്ന് വാങ്ങിച്ചതാണ്, പക്ഷെ നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം എല്ലാവരും ചക്ക സീസണിൽ ചക്ക ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് കുപ്പിക്കകത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയോ, നാട്ടിലാണെങ്കിൽ ഭരണിയിൽ നമുക്ക് കിട്ടിയൊക്കെ വെക്കാൻ പറ്റും. നമ്മളിവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കൊതി തോന്നുമ്പോഴെല്ലാം ഇങ്ങനെ ചക്കയുടെ ഉണ്ടാക്കി കഴിക്കാം. ഇതല്ലാതെ എല്ലാം കൂടെ കുഴച്ച് പുരട്ടി നമ്മൾ ഇലയ്ക്കകത്ത് ചുരുട്ടി വെച്ച് നമ്മളുണ്ടാക്കും. പിന്നെ ചക്ക വരട്ടിയത് തിന്നാൻ തോന്നുമ്പോൾ എടുത്ത് തിന്നാം, പായസം വയ്ക്കാം, അങ്ങനെ എന്തെല്ലാം ചെയ്യാമെന്നറിയാമോ ഈ ചക്ക വരട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുവരണം. നാട്ടിൽ പോകുമ്പം അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കി കൊടുക്കും വെക്കേഷനൊക്കെ ചെല്ലുമ്പം. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഒന്നും ജീവിച്ചിരിപ്പില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഒരു വലിയ വിഷമമാകത്തില്ലേ, അവർക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമം വരത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ കൊണ്ടുവരിക. നമ്മൾ കുറച്ച് മെനക്കെടണം. ചക്ക വരട്ടാൻ കുറച്ച് നല്ലോണം സമയമെടുക്കും നമുക്ക് കേട്ടോ. ഒരു ചക്ക വരട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. ആക്കി വെച്ചാൽ 2 വർഷം വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക.